ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പല അനുഭവങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരനുഗ്രഹമാണ് സദൃശവാക്യം 22-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധരലാവണ്യമുണ്ട്, രാജാവ് അവൻ്റെ സ്നേഹിതൻ. അധരലാവണ്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളാണതെല്ലാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരനുഗ്രഹമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. അപ്പോസ്തലൻ ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ ഉദ്ദേശിച്ചല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും തോൽവികളും ദുഃഖങ്ങളുമെല്ലാം ദൈവം അവരെക്കുറിച്ച് എന്ത് പ്ലാൻ ചെയ്തുവോ ആ പ്ലാന് വിഘ്നം വരുത്തുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അവരിൽ ദൈവം നിവർത്തിയാക്കുമെന്നാണ്. അതാണ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് കൂടി വ്യാപരിക്കുമെന്നല്ല, ദൈവം ആഗ്രഹിച്ച കാര്യം നടത്താൻ വേണ്ടി ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും നന്മയ്ക്കായി തീരുമെന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും നാം ചേർത്ത് വായിക്കുമ്പോൾ അതും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള മറ്റൊരു അനുഗ്രഹമാണ്. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നതായ ഒരു പ്രത്യേക അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവൻ ദൈവത്തെ അനുസരിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിമോൻ പത്രോസിനോട് പിന്നെയും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിനക്കെന്നോട് സ്നേഹമുണ്ടോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ? ഇതെല്ലാമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വ്യക്തിപരമായി തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കാൻ ആഗ്രഹിച്ചതായ കാര്യം. സ്നേഹം അത് അസ്തമിച്ചു പോയോ? കർത്താവായ യേശു ജീവിച്ചിരുന്ന കാലത്ത് ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് പത്രോസ് സ്നേഹിച്ചിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇത് പത്രോസും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ പഴയ സ്നേഹം, ഉയർത്തെഴുന്നേറ്റ യേശു, ഇപ്പോഴും ആ യേശു സജീവമായി എൻ്റെ ഹൃദയത്തിലുണ്ട്, എന്നെ ഭരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സ്നേഹം കുറഞ്ഞിട്ടില്ല എന്നുള്ളതായ ആ നിർണയമായ ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നീ പഴയ യേശുവിനെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കാരണം പഴയ യേശു അല്ല, ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ യേശുവാണ്. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിനക്ക് പഴയ കാലത്ത് നീ കൂടെ നടന്നപ്പോഴുണ്ടായിരുന്ന വ്യക്തിബന്ധം ഇപ്പോഴും നിനക്കുണ്ടോ എന്നാണ് കർത്താവായ യേശു ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഒരു പുരോഹിതന് എത്രമാത്രം പരിശുദ്ധ കുർബാന അർപ്പിച്ചു, ഒരു സുവിശേഷകൻ എത്രമാത്രം പ്രസംഗിച്ചു, ഒരു ദൈവവേലക്കാരൻ എത്രമാത്രം ദൈവവേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചു, അതിനേക്കാളെല്ലാം ഉപരിയായി കർത്താവ് ആഗ്രഹിക്കുന്നതായ കാര്യം
വ്യക്തിപരമായ സ്നേഹബന്ധമാണ്. ആ സ്നേഹത്തിൻ്റെ അടയാളം തന്നെ അനുസരണമാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവൻ, അവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ. അവൻ്റെ അടുക്കൽ അവന് ആ ദൈവസാന്നിധ്യ ബോധമുണ്ടാകും. അവൻ്റെ ഹൃദയത്തിലുണ്ടാകും, അവൻ്റെ ഭവനത്തിലുണ്ടാകും. അവൻ എവിടെ ശുശ്രൂഷ ചെയ്താലും, അവൻ ദേവാലയത്തിലായാലും അവിടെ അവന് ദൈവസാന്നിധ്യം അനുഭവപ്പെടും. അവൻ ആത്മീയ രംഗത്തായാലും അവിടെ അനുഭവപ്പെടും. അവൻ ഒറ്റയ്ക്ക് കോളേജിലാണെങ്കിൽ, ഹോസ്റ്റലിലാണെങ്കിൽ അവിടെ അവന് ദൈവസാന്നിധ്യം അനുഭവപ്പെടും. എവിടെ ഇരുന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവന്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവന് ആ ദൈവസാന്നിധ്യം അനുഭവപ്പെടുമെന്നാണ് കർത്താവ് അവിടെ ഓർപ്പിച്ചത്. നാം വായിച്ച വേദഭാഗം ശലോമോൻ്റെ സദൃശ്യവാക്യമാണ്. 22-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധര ലാവണ്യമുണ്ട്, രാജാവ് അവന്റെ സ്നേഹിതൻ. രാജാക്കന്മാരുടെ രാജാവും അവൻ്റെ സ്നേഹിതൻ, അഥവാ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ സ്നേഹിതനായിരിക്കും. അധര ലാവണ്യം. ദൈവമക്കളെ, നമുക്കറിയാം, നമുക്കൊരു വായ തന്നിട്ടുണ്ട് ദൈവം. ഈ വായ കൊണ്ടാണ് നാം ആഹാരം കഴിക്കുന്നത്. ഈ വായ കൊണ്ടാണ് നാം സംസാരിക്കുന്നത്. ഈ കൊണ്ട് തന്നെയാണ് നാം ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, നാം ദൈവവചനം പ്രസംഗിക്കുന്നു, നാം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം ഒരു നാവ് കൊണ്ട് തന്നെയാണ് നടത്തുന്നത്. നമുക്കറിയാം, നാം ആഹാരത്തിന് പകരം ഈ വായിൽ കൂടെ അല്പം വിഷമാണ് അകത്തേക്ക് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ശരീരം മരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വന്നാൽ നമ്മുടെ ആത്മാവ് മരിക്കും. വിഷം വായിൽ കൂടെ അകത്തേക്ക് ചെന്നാൽ ശരീരം മരിക്കും. എന്നാൽ നമ്മുടെ വായിൽ കൂടെ അരുതാത്തത്, ദൈവം വേദനിക്കുന്നത്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ ഒരു വാക്ക് പുറത്തേക്ക് വന്നാൽ നമ്മുടെ ആത്മാവ് മരിക്കും. ഈ സുബോധമാണ് വാസ്തവത്തിൽ മനുഷ്യരായി നമുക്ക് ലഭിക്കേണ്ടത്. സംസാരിക്കുമ്പോഴും നമ്മുടെ വാഗുകൊണ്ട് നാം പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. വിഷം വായിൽ കൂടെ അകത്തിയെന്നാൽ ശരീരം മരിക്കും. വായിൽ കൂടെ അരുതാത്ത വാക്ക് പുറത്തേക്ക് വന്നാൽ ആത്മാവ് മരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നെന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അതെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ഭക്തന്മാരക്കാലത്തെ, യവനന്മാരെന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ. ഭക്തന്മാരെന്നറിയപ്പെടുന്നവരും ജ്ഞാനികളെന്നറിയപ്പെടുന്നവരും എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപത്തിൽ കെട്ടപ്പെട്ടവരാണ്, പാപത്തിൻ്റെ അടിമത്തമുള്ളവരാണ്. അതിലൊരു പാപത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ 13-ഉം 14-ഉം വാക്യം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാരെന്നറിയപ്പെടുന്നവർക്കും ജ്ഞാനികളെന്നറിയപ്പെടുന്നവർക്കും അവരുടെ വായിൽ വിഷമുണ്ട്, അവരുടെ സംസാരത്തിൽ വിഷമുണ്ട്, അവരുടെ വർത്തമാനത്തിൽ വിഷമുണ്ട്. ആ വിഷം അവരുടെ ആത്മാവിനെ കൊല്ലുന്ന വിഷമാണ്. വിഷമെന്നോടെ അപ്പോസ്തലൻ പറയാൻ കാരണം അത് ശരീരത്തെ കൊല്ലുന്ന വിഷത്തെക്കുറിച്ചല്ല. അല്ലെങ്കിൽ ആ വായിലെ വിഷമെന്നോടെ പറയുന്നത് ആഹാരം ദഹിക്കാൻ വിഷമമുണ്ടാക്കുന്ന വിഷത്തെക്കുറിച്ചല്ല. അവരവരുടെ ആത്മാവിനെ കൊല്ലുന്ന വിഷം ഭക്തന്മാരുടെ നാവിലുണ്ട്. വലിയ ജ്ഞാനികളെന്നറിയപ്പെടുന്നവരുടെ വായിലും അവരുടെ ആത്മാവിനെ കൊല്ലുന്ന വിഷമടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ വിഷമുണ്ട്. അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും, അവർക്ക് തന്നെയും ദോഷം ചെയ്യും. അപ്പോസ്തലനായ യാക്കോബ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ. അതിൻ്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഭക്തന്മാരെന്നറിയപ്പെടുന്ന ആളുകൾക്ക് സ്പീച്ച് തെറാപ്പി വേണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പീച്ച് തെറാപ്പി അതിൽ കൂടെ കടന്നുപോയില്ല എങ്കിൽ ഭക്തന്മാരുടെ വാക്കുകളും അവർക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യം വായിക്കാം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട്
അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, എല്ലാത്തിലും തെറ്റുന്നു, പക്ഷെ പ്രത്യേകിച്ച് നാവ് കൊണ്ട് എല്ലാവരും തെറ്റുന്നു. ഈ നാവിന് ജയമുണ്ടെങ്കിൽ അത് എടുത്തു പറയത്തക്ക ജയമാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നാവിന് ജയമുള്ള മനുഷ്യൻ അവൻ എല്ലാത്തിനും നിയന്ത്രണമുള്ള മനുഷ്യനാണ്. അവന് ബാക്കി എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവും. അവന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവും. നാക്കിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്ത മനുഷ്യൻ ഒരു നിയന്ത്രണവും ഇല്ലാത്ത മനുഷ്യനാണ്. അവനിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. കുതിരയെ കടിഞ്ഞാണിട്ട് കാക്കുന്നത് പോലെ മനുഷ്യൻ സൂക്ഷിക്കേണ്ടതാണ്, പിടിച്ചു നിർത്തേണ്ടതാണ് അവൻ്റെ നാവെന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാവിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഹൃദയവിശുദ്ധിയുള്ളവർക്ക് അധരലാവണ്യമുണ്ടെന്നാണ് അവിടെ പറയുന്നത്. ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ വിശുദ്ധിയും കൂടിയാണ്. ശരീരത്തിൻ്റെ വിശുദ്ധി. ശരീരം ദൈവത്തിനായിട്ട് സമർപ്പണമുള്ളതായിരിക്കണം. അത് സംസാരത്തിൻ്റെ വിശുദ്ധിയാണ്. അത് സ്വപ്നങ്ങൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം. നമ്മളുടെ ഉപദേശം വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളും വിശുദ്ധമായിരിക്കണം. ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ കാര്യമല്ല. ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത് ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ വ്യക്തി, ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യൻ, അവൻ്റെ ശരീരത്തിൻ്റെ പരിപാവനത്വം അഥവാ അതിൻ്റെ വിശുദ്ധി സൂക്ഷിക്കും. അത് ദൈവത്തിൻ്റെ മന്ദിരമായി തന്നെ അത് സൂക്ഷിക്കും. അവൻ്റെ സംസാരത്തെ സൂക്ഷിക്കും. അവൻ്റെ സ്വപ്നങ്ങൾ, ഏത് മലിനമായ സ്വപ്നവും കണ്ട് സന്തോഷിക്കുന്നവനായിരിക്കില്ല ഒരു ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യൻ. അവൻ്റെ സ്വപ്നങ്ങൾ വ്യാജമായതോ അല്ലെങ്കിൽ അരുതാത്തതോ വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നവനായിരിക്കും. അവൻ്റെ ചിന്തയിൽ പോലും ഒരു മലിനത വരാൻ അവൻ ഇഷ്ടപ്പെടുന്നവനായിരിക്കില്ല. അവൻ്റെ ഉപദേശവും സമ്പൂർണമായും വിശുദ്ധിയുടെ ഉപദേശമായിരിക്കും. അവൻ വിശുദ്ധിയുടെ കാര്യം മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ദൈവമക്കളെ, ഹൃദയവിശുദ്ധി, ആ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ നാവിൻ്റെയും വിശുദ്ധി ഉണ്ടാകുകയുള്ളൂ എന്നുകൂടെയാണ് അവിടെ ശലോമോൻ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നല്ല വാക്ക്, മാധുര്യമുള്ള വാക്ക്, കൃപയുള്ള വാക്ക്, ലാവണ്യവാക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നസ്രിയത്തിലെ ദേവാലയത്തിലേക്ക് ചെന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അവൻ ദേവാലയത്തിൽ ചെന്ന് ആ പുസ്തകമെടുത്തു. അന്നത്തെ ദേവാലയത്തിലെ വായിക്കേണ്ട പുസ്തകങ്ങളെടുത്ത് വായിച്ചു. അവൻ ന്യായപ്രമാണമല്ല എടുത്ത് വായിച്ചത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്താണ് വായിച്ചത്. അവന് അതിനെക്കുറിച്ച് നമുക്കവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക് ലാവണ്യ വാക്കായിട്ടാണ് മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടത്. ഗ്രേഷ്യസ് വേർഡ്സ്, ലാവണ്യമുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാവണ്യ വാക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് സെൽഫായിട്ട് വരുന്നതല്ല. സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അകത്ത് ചെന്നിട്ട് ആ കൃപയുടെ അധീനതയിൽ മനുഷ്യൻ പറയുന്ന വാക്കാണ് ലാവണ്യ വാക്കെന്ന് പറയുന്നത്. കൃപയോടുകൂടിയ വാക്ക് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സ്വയത്തിൽ നിന്ന് വരുന്ന വാക്കല്ല അത് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന് സംസാരിക്കാൻ കൊടുക്കുന്നതായ വാക്കുകൾ ആ വ്യക്തി പറയുമ്പോഴാണ് ആ വാക്കുകൾക്ക് കൃപയുണ്ടാകുന്നത്. അത് പരിശീലിക്കാവുന്നതല്ല, പറഞ്ഞു പരിശീലിക്കാവുന്നതല്ല. അത് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വാക്കാണ് ലാവണ്യ വാക്കുകൾ എന്ന് പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ വാക്ക് ലാവണ്യ വാക്കായിരുന്നു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വാക്കുകളെക്കുറിച്ച് ജനം പറയുന്നത് എന്താണ്? യോഹന്നാൻ 6:60 പ്രകാരം പറയും, അവൻ്റെ വാക്കുകൾ ലാവണ്യവാക്കെന്നല്ല പറയുന്നത്. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് തന്നെ പറഞ്ഞ ആളോ ഒന്ന് തന്നെ. പക്ഷേ ഒരിക്കൽ യേശുവിൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞതായ ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നു യേശുവിൻ്റെ വാക്ക് കഠിന വാക്കാണെന്ന്.
കാരണം കർത്താവായ യേശു അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതായ വചനം, കേൾക്കുവാൻ എളുപ്പമില്ല, അനുസരിക്കേണ്ടതായ വചനം പറഞ്ഞപ്പോൾ അവരാ വാക്കുകളെ, ലാവണ്യ വാക്കുകളെ കുറിച്ച് പറഞ്ഞ ആളെ ഇപ്പം പറയുന്നത് കഠിന വാക്കാണെന്നാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 6:68 നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ പക്കൽ ലാവണ്യവാക്കുണ്ട്. ഒരു കൂട്ടം ആളുകൾക്കത് കഠിനവാക്ക് പോലെ തോന്നും. കാരണം മനുഷ്യൻ്റെ സ്വയത്തെ തകർക്കുന്നതും വിശ്വാസത്തെ വളർത്തുന്നതും ദൈവത്തിൻ്റെ വചനം അനുസരിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് കർശനമായി പറഞ്ഞപ്പോൾ അത് കഠിനവാക്കെന്ന് ഒരു കൂട്ടർക്ക് തോന്നിയെങ്കിലും അപ്പോസ്തലന്മാർക്കത് നിത്യജീവൻ്റെ വചനമായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ലാവണ്യവാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ഒതുങ്ങുന്നതായ വാക്കുകളാണ്. നിത്യജീവന് വേണ്ടി ഒരു മനുഷ്യനെ ഒരുക്കുന്നതായ വാക്കുകളാണ് ലാവണ്യവാക്കുകൾ. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ ഒരു മനുഷ്യൻ പറയുന്നതായ വാക്കുകളാണ് ലാവണ്യവാക്കുകൾ. നമുക്ക് ദാവീദ് രാജാവിൻ്റെ ജീവിതാനുഭവത്തിലേക്കൊന്ന് വരാം. 39-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 39-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് സാധാരണ ദൈവസന്നിധിയിൽ പാട്ടുപാടുന്നയാളാണ് ദാവീദ്, ദൈവത്തെ സ്തുതിക്കുന്നയാളാണ് ദാവീദ്. ദൈവസന്നിധിയിൽ ദാവീദ് മൗനമായിരിക്കുന്ന അനുഭവം അധികമില്ല. പക്ഷേ ദാവീദിൻ്റെ പാപം വന്നതിൻ്റെ ശേഷമുള്ളതായ അനുഭവത്തിൽ ദാവീദ് മൗനമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മൗനമായത്? അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 39-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. ദൈവം ദാവീദിൻ്റെ വായിൽ പാട്ടും കൊടുത്തില്ല, പ്രാർത്ഥനയും കൊടുത്തില്ല. ദൈവം ദാവീദിനെ മൗനമായിട്ടിരിക്കാനായിട്ട് പരിശീലിപ്പിച്ചു, നിർബന്ധിച്ചു. അഥവാ ദൈവകൃപ ദാവീദിൻ്റെ വായിൽ ഇല്ല. അപ്പോൾ ദാവീദിനത് മനസ്സിലായി, എന്നിൽ ദൈവത്തിൻ്റെ കൃപയില്ല, കൃപ മാറിയിരിക്കുകയാണ്. ആ കൃപ മാറിപ്പോയ അവസരത്തിൽ ഞാൻ പാടിയാലും, ഞാൻ പ്രസംഗിച്ചാലും, ഞാൻ എന്തെങ്കിലും ഒരു ഉത്തരവ് പാസാക്കിയാലും അതിൽ ദൈവം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കൃപയില്ലാത്ത കാലത്ത് ദാവീദ് മൗനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ അധര ലാവണ്യം എന്നൊക്കെ പറയുന്നത്. അവൻ്റെ കൃപയില്ല, ദൈവത്തിൻ്റെ കൃപയില്ല. ദാവീദ് ദൈവത്തെ ദുഃഖിപ്പിച്ച് പോയിരിക്കുകയാണ്. ദാവീദ് പാപം ചെയ്തു, ദൈവകൃപ മാറിപ്പോയി. ആ അവസരത്തിൽ ദൈവം ദാവീദിനെ മിണ്ടാതിരിക്കുമാറാക്കി. നമുക്ക് 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു വാക്യം വായിക്കാനായിട്ട് സാധിക്കും. 16-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യമാണ് നാം വായിക്കേണ്ടത്. അവിടെ ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിനെ പേടിച്ച് നാടുവിട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ശെമയി എന്ന് പേരുള്ള ഒരുത്തൻ ദാവീദിനെ ശപിക്കുന്നു. നീജ എന്ന് വിളിച്ച്, നീ പോ, നിന്റെ പഴയകാല പാപത്തിൻ്റെ ഫലമായിട്ടാണ് നിനക്കിതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞ് ഈ ശെമയി ദാവീദിനെ ശപിക്കുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ പട്ടാളക്കാർ വന്നിട്ട് ദാവീദിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ശെമയിയെ ഞങ്ങളങ്ങ് ഹാൻഡിൽ ചെയ്യട്ടെ, ഞങ്ങൾ അവനെ അങ്ങ് ശരിയാക്കട്ടെ എന്ന് പറയുമ്പോൾ ദാവീദ് എന്താണ് പറയുന്നത്? അതാണ് എൻ്റെ 10-ാമത്തെ വാക്യം. അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് ദൈവം അനുവദിച്ചതാണെന്നാണ് അവിടെ ദാവീദ് പറയുകയാണ്. അത് ദൈവം അനുവദിച്ചു. കാരണം എന്നിൽ പാപമുണ്ട്, എന്നിൽ പാപമുള്ളത് കൊണ്ടാണ് ശെമയി കുറ്റം പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശെമയിയെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. രാജാവാണ് ഞാനെന്നുള്ളത് ശരിയാ, പക്ഷേ ഇപ്പോൾ ശെമയിയെ നിങ്ങൾ ഉപദ്രവിക്കണ്ട. പട്ടാള മേധാവികളോട് പറയുകയാണ്, കാരണം എന്നിൽ തെറ്റുണ്ട്, എന്നിൽ തെറ്റുള്ളത് കൊണ്ടാണ് അവൻ എന്നെ ശപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവനെ മിണ്ടാതാക്കണ്ട, തൽക്കാലം ഒന്നും ചെയ്യണ്ട. എൻ്റെ പാപം എൻ്റെ മേലിരിക്കുന്നതായ സമയമാണ്. അതാണ് മിഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-9 വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. പ്രത്യാശയോടുകൂടെ പ്രിയപ്പെട്ടവരെ, നാം ചിലപ്പോഴെല്ലാം ഇരുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മുടെ പാപം മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞെന്ന് വരും. നമ്മളിലുള്ള പാപം അവർ പറയുന്നത് എല്ലാം അങ്ങ് നിഷേധിക്കുകയല്ല. ആരെങ്കിലും നമ്മുടെ കുറ്റം പറയുമ്പോൾ അത് അടച്ചങ്ങ് നിഷേധിക്കുകയല്ല.
അതിൽ കാരണമുണ്ടായിരിക്കും. കാരണമുണ്ടാകുമ്പോൾ നാം മിണ്ടാതിരിക്കണം. കാരണമുണ്ടാകുമ്പോൾ പറയുന്നവനെ കുറ്റം പറയരുത്. കാരണമുണ്ടെങ്കിൽ നാം അത് മനസ്സിലാക്കിക്കൊണ്ട് മൗനമായിരിക്കണം. ദൈവം നമ്മുടെ വായ അടച്ചു വയ്ക്കുന്നതായ സമയമുണ്ട്. പക്ഷേ ദാവീദിന് നല്ല പ്രത്യാശയാണ്. അതുകൊണ്ടാണ് 39-ാം സങ്കീർത്തനം 8ഉം 9ഉം വാക്യത്തിൽ ദാവീദ് പറയുന്നു. 8ാമത്തെ വാക്യം വായിക്കാം. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുതേ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുത് എന്ന് വെച്ചാൽ ഒരു പാപിയുടെ പരിഹാസ വിഷയമായിട്ട്, എന്നുവെച്ചാൽ ദൈവത്തെ ഭയമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പരിഹാസ വിഷയമായിട്ട് ഞാൻ മാറിപ്പോകരുതേ. പ്രത്യാശയുണ്ട് അവിടെ. അതാണ് 13ാമത്തെ വാക്യം. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, ഈ വീണ അവസ്ഥയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും. ഇപ്പോൾ ആളുകൾ എന്നെ കുറ്റം പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷേ ഞാൻ മിണ്ടാതിരുന്നേ പറ്റുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ നിരാശ കുഴിയിൽ കിടക്കുകയില്ല, ഞാൻ ഈ വീണ കുഴിയിൽ കിടക്കുകയില്ല. ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ വീണുവെങ്കിലും ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുമെന്നുള്ളതാണ് ദാവീദിൻ്റെ ആ ലാവണ്യ വാക്കുകൾ എന്ന് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനം, ദാവീദിന് ശരിയായ പരിശീലനം അവിടെ ദൈവം തമ്പുരാൻ കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് നാവ് കൊണ്ട് പാപം ചെയ്യാത്ത മനുഷ്യനായിരുന്നു. നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ഉം 10ഉം വാക്യം വായിക്കുമ്പോൾ ദാവീദ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തെറ്റിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, അതിവേദനയുടെ സമയമാണ് ഇയ്യോബിന്. ദൈവസാന്നിധ്യം കുറയുന്നു, കഷ്ടത വരുന്നു, മക്കളുടെ മരണം വരുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, എല്ലാം ഒരു പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത്, ആ സമയത്താണ് സഹധർമ്മിണി ഭാര്യ പോലും ഇയ്യോബിനെ കുറ്റം പറയുന്നു. പക്ഷേ ഇയ്യോബ് ആ സമയത്ത് പോലും നാവ് കൊണ്ട് പാപം ചെയ്തില്ല. പക്ഷേ ഇയ്യോബിന് അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയ്യോബ് നാവ് കൊണ്ട് പാപം ചെയ്യാൻ തുടങ്ങി, കുറ്റം പറയാൻ തുടങ്ങി. അത് അവസാനിക്കുന്നപ്പോഴാണ് 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ജീവനുള്ള ദൈവം ഇയ്യോബിൻ്റെ വായിൽ നല്ല ലാവണ്യവാക്കുകൾ കൊടുക്കാൻ തുടങ്ങി. എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. 3-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കാം. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവരിവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഇയ്യോബ് അറിയാൻ പോവുകയാണ്. അതാണ് ലാവണ്യവാക്ക്. ദൈവമേ, ഞാൻ ഇതുവരെ സംസാരിച്ചതൊക്കെ പകുതി അറിവ് വെച്ചുകൊണ്ടാണ്. ശരിയായ ആത്മീയ ജ്ഞാനമില്ല, ശരിയായ ആത്മീയ പരിജ്ഞാനം എനിക്ക് കിട്ടിയില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ വാസ്തവമായി അറിഞ്ഞിട്ടല്ല ഞാൻ സംസാരിച്ചത്. വായിക്കാം. കേൾക്കണമേ, ഞാൻ സംസാരിക്കും. ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ലാവണ്യവാക്കെന്ന് പറയുന്നത്. കാരണം തിരിച്ചറിഞ്ഞു, ഞാൻ തന്നോട് തന്നെ വെറുപ്പ് തോന്നി. അപ്പോഴേ ലാവണ്യവാക്ക് വരികയുള്ളൂ. ഞാൻ ചെയ്തു പോയ തെറ്റ്, എൻ്റെ പാപം, ഇയ്യോബിൻ്റെ പാപം തിരിച്ചറിയാൻ സാധിച്ചു. ഇയ്യോബിന് തെറ്റുപറ്റിയ കാര്യം ഇയ്യോബിന് മനസ്സിലായി. ഇയ്യോബ് വിചാരിച്ചതുപോലെയല്ല ഇയ്യോബിൻ്റെ ഹൃദയം. ഇയ്യോബ് നീതിമാനെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇയ്യോബിന് സ്വന്തം പാപം മനസ്സിലായി. അപ്പോൾ ഇയ്യോബ് ദൈവത്തെയല്ല വെറുത്തത്, തൻ്റെ കൂട്ടുകാരെയല്ല വെറുത്തത്, തന്നോട് സംസാരിച്ച ഭാര്യയോടല്ല വെറുപ്പ് തോന്നിയത്, ഇയ്യോബിന് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. പ്രിയപ്പെട്ടവരെ, തന്നോട് തന്നെ വെറുപ്പ് തോന്നിയപ്പോഴാണ് ഇയ്യോബ് അനുതാപത്തിൻ്റെ വാക്കുകൾ വരാൻ തുടങ്ങി. അതാണ് ലാവണ്യവാക്കുകൾ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ജീവൻ തരുന്ന വാക്കുകൾ പറഞ്ഞു. അപ്പോസ്തലന് അത് മനസ്സിലായി, നിത്യജീവൻ്റെ വചനമാണെന്ന് മനസ്സിലായി. ദാവീദിന് സ്വന്തം പാപം മനസ്സിലായി. ദാവീദ് മിണ്ടാതിരുന്നു. ദാവീദ് പ്രത്യാശയോടെ ഒരു സമയം വരെ മിണ്ടാതിരുന്നിട്ട് പിന്നെ പ്രത്യാശയോടെ സംസാരിക്കാൻ തുടങ്ങി. ഇയ്യോബ് അനുതാപത്തിൻ്റെ വാക്കുകൾ ഞാൻ തന്നെ വെറുത്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതാണ് രുചിയുള്ള വാക്കെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ വായിൽ നിന്ന് നല്ല വാക്കുകൾ വരാൻ തുടങ്ങുന്നത്. ജീവനുള്ള ദൈവമായുള്ള ആ ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ്. അതാണ് ഹൃദയവിശുദ്ധിയുള്ളവർക്ക് അധരലാവണ്യമുണ്ട്,
രാജാവ് അവൻ്റെ സ്നേഹിതനെന്ന് പറയുന്നത്. ഹൃദയവിശുദ്ധി ഉണ്ടായിരുന്നവർക്കില്ല. കൊലോസ്യ ലേഖനം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 4, 5, 6 വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ആത്മാവിന് കേടുവരാതെ സംസാരിക്കാൻ പഠിക്കണം. രുചിയുള്ള വാക്കുകൾ പറയണം. വാക്കുകൾ സംസാരിക്കുമ്പോൾ അവരവരുടെ ആത്മാവിന് കേടുവരരുത്. മറ്റുള്ളവരുടെ ആത്മാവിന് വളർച്ചയും ഉണ്ടാകണം. ഉപ്പിൻ്റെ അനുഭവമാണ്. ഉപ്പിന് ഒരിക്കൽ കയ്പും ഒരിക്കൽ അതിന് പുളിയുമായിരിക്കില്ല. അതുപോലെ നമ്മുടെ വാക്കുകളും രുചി വരുത്തുന്നതായിരിക്കണം. ആത്മാവിനെ കരുതുന്ന വാക്കുകളായിരിക്കണം. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടരുത്, മറ്റൊരാളുടെ ആത്മാവിന് അഭിവൃദ്ധിയും കിട്ടണം. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ദാഹമുണ്ടോ? നാവിൽ നല്ല വാക്ക് പറയാൻ ആഗ്രഹമുണ്ടോ? രുചിയുള്ള വാക്ക് വരാൻ ആഗ്രഹമുണ്ടോ? ഇത് വരുത്തിത്തരാൻ കർത്താവായ യേശുവുണ്ട്. ഇതാണ് കർത്താവായ യേശുവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആ നിത്യജീവൻ്റെ, ആ പുതിയ ജീവൻ്റെ, ആ പുതിയ ഹൃദയത്തിൻ്റെ അനുഭവം എന്നെല്ലാം പറയുന്നത്. നമ്മുടെ വായിൽ ഏതുതരം വാക്കുകളായിരുന്നാലും എല്ലാം ദൈവകൃപയാൽ ദൈവം മാറ്റിത്തരുന്നു. യേശുവിൻ്റെ രക്തം, കർത്താവായ യേശുവിൻ്റെ രക്തം കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു, നാവിനെ തൊടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള വാക്കുകൾ നിങ്ങളുടെ നാവിലൂടെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ കേട്ടതെല്ലാം അതിശയകരമാണ്. ഞങ്ങൾക്കിതുവരെയും ജയം കിട്ടാത്ത ഒരവയവമാണ് ഞങ്ങളുടെ നാവെന്ന് പറയുന്നത്. കർത്താവേ, നാവ് കൊണ്ട് സംസാരിക്കാൻ പലപ്പോഴും അറിയില്ല. നല്ല പരിശീലനം തരണമേ. പരിശുദ്ധാത്മാവേ, നീ ആവസിച്ച് കൃപയുള്ള വാക്കുകൾ നാവിൽ തരണമേ. നിയന്ത്രണം തരണമേ. ആത്മാവ് നഷ്ടപ്പെടാതെ നാവിനെ സൂക്ഷിക്കാൻ കർത്താവേ കൃപയുണ്ടാകണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.